സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം. ചേരാമൊരു നവജീവിത ബലിതുമോദാൽ. വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി. സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം. ചേരാമൊരു നവജീവിത ബലിതുമോദാൽ. അന്നാ പെസഹാനാളിൽ ഓർമ്മയിലുണരാൻ കൊണ്ടാടാം പാവനമീ ബലിയേകിടാം. അന്നാ പെസഹാനാളിൽ ഓർമ്മയിലുണരാൻ കൊണ്ടാടാം പാവനമേ ബലിയേകിടാം. ഹൃദയത്തിൽ അനുതാപത്തിൻ നിറവോടെ അനുരഞ്ജിതരായി തീരാം ബലിയർപ്പിക്കാം. വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി. സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം. ചേരാമൊരു നവജീവിത ബലിതുമോദാൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ അബ്രോസച്ച, ഏറ്റവും പ്രിയപ്പെട്ട വർഗീസച്ച, സ്നേഹമുള്ള ടോണിയച്ച, ഏറ്റവും ബഹുമാനം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒത്തിരി കൃപയുടെ നിറവിലാണ് നാം ഈ ദേവാലയത്തിലായിരിക്കുക. ദൈവം നമുക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നാം ഇവിടെ അണഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപകൾ ഏറ്റുവാങ്ങാൻ, അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയർപ്പിക്കാൻ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ദൃഢപ്പെടുത്താൻ, നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ പരിപാലനയും പരിരക്ഷയും ഒക്കെ അനുഭവിക്കാൻ, നമ്മുടെ പ്രവർത്തനങ്ങളെ വിജയത്തിലെത്തിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഈ ബലിവേദിയിൽ അണഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. മാലാഖയുടെ പ്രത്യേകമായ സംരക്ഷണം നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ മേലുണ്ടാകാൻ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ബലിവേദിയിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളെ നമുക്ക് ഓർക്കാം. 2014 ഒരുമ പ്രസിദ്ധന്തിമാരുടെ ആ നിയോഗങ്ങളും, പള്ളിയിൽ സെബാസ്റ്റ്യൻ്റെയും കുടുംബത്തിൻ്റെയും നിയോഗവും, ജിജു വർഗീസ് ഇളങ്കുന്നപ്പുഴ ഞാറക്കിൽ നിന്ന് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും, ചിറപ്പറമ്പിൽ രൂപ ടോംസ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് അവരുടെ കുടുംബ നിയോഗം സമർപ്പിച്ചുകൊണ്ട്, പള്ളിയിൽ ക്ലീറ്റസ് ബിന്ദു ഇറ്റലിയിൽ സൊജോർണോ ശരിയാകുന്നതിന് വേണ്ടി ഈ നിയോഗങ്ങളോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഇന്ന് പ്രത്യേകമായി നാം ഈ ബലിവേദിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഈ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയുമാണ്. കുടുംബത്തിലെ ബന്ധങ്ങൾ സ്നേഹപൂരിതമാകാൻ, ക്ഷമ കൊണ്ട് നിറയാനൊക്കെ നമ്മൾ ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ പരിശുദ്ധ കുർബാനയും അനുരഞ്ജനത്തിൻ്റെ ബലിയാണ്. അതായത് പാപം ചെയ്ത് അകന്നുപോയവൻ
തെറ്റ് ചെയ്ത് മാറിപ്പോയ വ്യക്തിയൊക്കെ ദൈവവുമായി ഉള്ള സ്നേഹത്തിൽ വീണ്ടും ഒന്നിപ്പിക്കപ്പെടുന്നതിന് ഓർമ്മയാണ് ഓരോ ബലിയും. പ്രിയമുള്ളവരെ, ഈ ബലിയിലേക്കാണ് നമ്മൾ നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കുക. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ദൃഢമാകാൻ ഞാൻ ഈശോയോട് എത്രമാത്രം അടുക്കുന്നുവോ ഓരോ ബലിയും വഴിയും, അതുപോലെ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം സ്നേഹത്തിൽ ഒന്നാകാൻ, അവിടെ കലഹങ്ങൾക്ക് സ്ഥാനമില്ലാതെ ക്ഷമയും എളിമയും സമാധാനവും നിറഞ്ഞൊരു അന്തരീക്ഷം നിലനിൽക്കാൻ, അങ്ങനെ സ്വർഗമായി നമ്മുടെ കുടുംബത്തെയൊക്കെ മാറ്റണമേ എന്ന് നമുക്ക് ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ഈ ബലിയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പലവിധത്തിൽ ദൈവത്തിൻ്റെ മുഖ്യദൂതൻ്റെ സംരക്ഷണം അനുഭവിച്ചവരാണ് നാം ഓരോരുത്തരും. വിവിധങ്ങളായ മേഖലകളിൽ, സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഈ മാലാഖ വഴി നൽകിയ അത്ഭുതങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ബലിവേദിയിലായിരിക്കാം. സ്നേഹമുള്ള ഈശോയെ, നിന്റെ ഈ ബലിയിൽ പങ്കുചേരുമ്പോൾ നീ നൽകിയ കൃപകളെ ജ്വലിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ജ്ഞാനസ്നാനം വഴി, ഓരോ വിശുദ്ധ കുർബാന സ്വീകരണം വഴി, തൈർലേപനം വഴി, വിവാഹമെന്ന കുദാശയിലൂടെ നമ്മളൊക്കെ സ്വീകരിച്ച ദൈവിക കൃപയുടെ നിറവ് നമ്മുടെ ചുറ്റിലുണ്ടാകാൻ പ്രാർത്ഥിക്കാം. നമ്മൾ ഏറ്റെടുത്തെടുക്കുന്ന വിളി അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ അനുരഞ്ജനത്തിൻ്റെ ബലിയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ അത് എൻ്റെ തന്നെ എല്ലാ നിന്നോടുള്ള ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുന്ന ഒരു ബലിയാക്കി മാറ്റണേ. അങ്ങനെ ദൃഢതയുള്ള, സ്നേഹമുള്ള, കരുണയുള്ള ഒരു ബന്ധത്തിൽ നിന്നോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും, ഈ ബലിയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവരെയും, നവമാധ്യമങ്ങളിലൂടെ ഈ ബലിയിൽ പങ്കുചേരുന്നവരെയും, അവരുടെ കുടുംബാംഗങ്ങളെയും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഈശോയെ ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ബലി പൂർണ്ണതയോടെ അർപ്പിക്കാൻ നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു.
കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അത്ഭുതകരമായ സംവിധാനത്താ മാലാഖമാരുടെയും മനുഷ്യരുടെയും ശുശ്രൂഷാധർമ്മങ്ങൾ അങ്ങ് ക്രമപ്പെടുത്തുന്നുവല്ലോ. സ്വർഗത്തിൽ അങ്ങേക്ക് നിരന്തരം ശുശ്രൂഷ ചെയ്യുന്നവർ ഭൂമിയിൽ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. ആരുണ്ട് എന്നോട് മത്സരിക്കാൻ? നമുക്ക് നേരിടാം. ആരാണ് എൻ്റെ എതിരാളി? അവൻ അടുത്തു വരട്ടെ. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിക്കുന്നു. അവിടുന്ന് എനിക്ക് ചെവി ചായ്ച്ചു തന്നു. ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. മരണക്കെണി എന്നെ വലയം ചെയ്തു. പാതാളഭാഷ്യങ്ങൾ എന്നെ ചുറ്റി. ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. കർത്താവെ, ഞാൻ യാചിക്കുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കണമേ. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്.
നമ്മുടെ ദൈവം കൃപാലുവാണ്. എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിന്റെ മുൻപിൽ വ്യാപരിക്കും. അവിടുന്ന് എൻ്റെ പ്രാണൻ മരണത്തിൽ നിന്നും, ദൃഷ്ടികൾ കണ്ണീരിൽ നിന്നും, കാലുകൾ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിന്റെ മുൻപിൽ വ്യാപരിക്കും. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിന്റെ മുൻപിൽ വ്യാപരിക്കും. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന്: എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം: നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുമുണ്ട്. പ്രവൃത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക. ഞാൻ എൻ്റെ പ്രവൃത്തികൾ വഴി എൻ്റെ വിശ്വാസം നിന്നെ കാണിക്കാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷമുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു: ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? അവർ പറഞ്ഞു: ചിലർ സ്നാപക യോഹന്നാനെന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ ചോദിച്ചു: എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു: നീ ക്രിസ്തുവാണ്. തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. അവൻ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയുവാൻ തുടങ്ങി. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു: സാത്താനെ, നീ എൻ്റെ മുൻപിൽ നിന്ന് പോകുക. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു: ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും.
കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ ഇവിടൊക്കെ വികാരിയച്ഛൻ അംബ്രോസച്ച, ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചച്ഛന്മാരായ സ്നേഹമുള്ള ടോണിയച്ച, പ്രിയപ്പെട്ട വർഗീസച്ച, ഏറ്റവും ബഹുമാനമുള്ള സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, നവമാധ്യമങ്ങളിലൂടെ ഈ ബലിയിൽ പങ്കുചേരുന്ന കുടുംബാംഗങ്ങളെ, വളരെ വ്യക്തതയോടെയുള്ള ഒരു സുവിശേഷമാണ് നാം കേട്ടെ. ഞാൻ ആരാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. ഈ ഒരു ചോദ്യം നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്തിനു വേണ്ടിയാണ് ചോദിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളുണ്ടാകും. നമ്മളെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുന്നു എന്ന് നമ്മൾ കേട്ടാൽ ചോദിക്കും, എന്നെക്കുറിച്ച് എന്താണ് മറ്റുള്ളവർ പറയുന്നത്? നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നു എന്നതും കേൾക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കും, എന്നെക്കുറിച്ച് ആളുകൾ എന്താ പറയുന്നത്? എന്നാൽ ഈശോ ചോദിക്കുന്നത് ആ ഒരു കാര്യം അറിയാൻ വേണ്ടിയാണോ എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. ഈ ഒരു സുവിശേഷം നമ്മോട് പറഞ്ഞു വെക്കുന്ന വലിയൊരു കാര്യമുണ്ട്. പക്ഷേ നമ്മൾ ഈ ചോദ്യത്തിൽ ഉടക്കി നിന്ന് ബാക്കിയുള്ള ഭാഗത്തേക്ക് പോകില്ല. ഈ ചോദ്യം ഇതിൻ്റെ ഒരു പരിസമാപ്തിയിൽ അല്ലെങ്കിൽ കൺക്ലൂഷനിൽ വരുമ്പോൾ വചനം നാം എന്താണ് ഉൾക്കൊള്ളേണ്ടതെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അതാണ് ഈശോയുടെ ചോദ്യം. അതായത് കേട്ടത് എന്താണെന്ന്. അപ്പോൾ ശിഷ്യന്മാർ അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട്. തുടർന്ന് അവരോട് ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് വളരെ വ്യക്തമായി കൃത്യമായി ഒറ്റ വാക്കിൽ ഉത്തരം കൊടുക്കുന്നുണ്ട്, നീ ക്രിസ്തുവാണ്, നീ ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, നീ ഇത് ആരോടും പറയരുത്, നീ ഇത് ആരോടും പറയരുത്. അതായത് മനുഷ്യനായ ഈശോയ്ക്ക് അറിയാം താൻ ക്രിസ്തുവാണെന്ന്. അതുകൊണ്ടാണ് ഈശോ പറയുക, അവനത് പറയുമ്പോൾ നീ ഇത് ആരോടും പറയരുത്. ഈശോ ഇങ്ങനെ പറയുമ്പോൾ വേറൊരു സുവിശേഷ ഭാഗത്ത് നമ്മളെടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും, ശിമയോനെ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്ന് ഈശോ പറയുന്ന ഒരു വചനമുണ്ട്. അതായത് നിൻ്റെ മാനുഷികമായ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ നിനക്ക് ഈശോ ആരെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതാ, നിൻ്റെ ഭംഗിയുള്ള ആകാരവടിവുള്ള ശരീരമോ നിൻ്റെ ശരീരത്തിൽ ഒഴുകുന്ന രക്തമോ ഒന്നും നിന്നെ സഹായിക്കില്ല. അതായത് ഈ ജീവിതത്തിൽ നിനക്ക് ബാഹ്യമായ ഒന്നുകൊണ്ടും ഈശോ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് ഈശോ പറയുക. അതായത് നീ ആരാണെന്ന് അറിയണമെങ്കിൽ ഈശോയെ പോലെ നിനക്ക് ദൈവത്തിൻ്റെ വ്യക്തതയുള്ള അരുളപ്പാടുണ്ടാകണം. മനുഷ്യനായ ഈശോയ്ക്കും ഈശോയുടെ രക്തം കൊണ്ടോ ശരീരം കൊണ്ടോ അല്ല ഈശോ ക്രിസ്തുവാണെന്ന ബോധ്യമുണ്ടായത്. അതുകൊണ്ടാണ് ഈശോ അവനത് പറയുമ്പോൾ, തൻ്റെ ശിഷ്യൻ, പ്രിയപ്പെട്ട ശിഷ്യൻ പറയുമ്പോൾ ഈശോ പറയുക, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. അതായത് ഈ ഒരു വെളിപാട് എനിക്കും കിട്ടിയിട്ടുണ്ട്, ഈശോയ്ക്കും അത് കിട്ടിയിട്ടുണ്ട്. ഈശോ പല രാത്രികളിലും പിതാവിനോട് സംസാരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നുവെന്ന് നാം വചനങ്ങളിൽ കാണാം. അവിടെയൊക്കെ ഈശോയ്ക്ക് കിട്ടിയ വെളിപാടിതാ, നീ ക്രിസ്തുവാ. ക്രിസ്തുവാണെങ്കിൽ ഇനി ചെയ്യേണ്ടത് എന്താ? അതാണ് ഈശോ വീണ്ടും പറയുക, ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖർ, സമൂഹത്തിൽ ഉന്നതിയിലുള്ളവരൊക്കെ നിന്നെ തിരസ്കരിക്കും, നിന്നെ വധിക്കും. പക്ഷെ നീ പേടിക്കണ്ട, 3-ാം ദിവസം നിന്റെ പിതാവ് നിന്നെ ഉയർപ്പിക്കും. ഈശോയ്ക്ക് വ്യക്തതയോടെ ദൈവത്തിൻ്റെ പദ്ധതി അറിയാം. ഈശോ എന്ന മനുഷ്യന് ദൈവപിതാവ് പൂർണ്ണതയോടെ ഈ മനുഷ്യൻ സഞ്ചരിക്കേണ്ട, മനുഷ്യനായ ഈശോ കടന്നു പോകേണ്ട പാതയെക്കുറിച്ച് വ്യക്തമായി വെളിവാക്കി കൊടുത്തിട്ടുണ്ടെന്നതാണ് സത്യം. അവിടേക്കാണ് ഈശോ ഇത് പറഞ്ഞു കഴിയുമ്പോൾ പത്രോസ് വരിക. ഇവിടെ ഒന്നും വചനം നമ്മോട് പറയുന്നില്ല നമ്മൾ എന്താണ് ഇതിനന്ന് ഉൾക്കൊള്ളേണ്ടതെന്ന്. കുറച്ചുകൂടി പോകണം.
പത്രോസ് വന്നിട്ട് പറയുന്നുണ്ട്, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, ഇത് നല്ലതിനല്ല, മാറ്റിക്കളയും. അപ്പോൾ നമ്മൾ വായിക്കുന്നൊരു വചനമുണ്ട്, ഈശോ പിന്തിരിഞ്ഞ് നോക്കി, അപ്പോൾ ഈശോ ശിഷ്യന്മാരെ കണ്ടു. അതിനുശേഷം ഈശോ പറയുന്നുണ്ട്, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. എന്തുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരെ പിന്തിരിഞ്ഞ് നോക്കിയത്? അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ എഴുതുകയാണെങ്കിൽ ആ ഒരു വചനം എഴുതേണ്ട കാര്യമില്ല. പത്രോസ് പറഞ്ഞ അപ്പം തന്നെ നമുക്ക് പറയാം, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. പിന്തിരിഞ്ഞ് നോക്കേണ്ട ഒരു കാര്യമില്ല, കാരണം അവിടെ നിന്ന് ആരും പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല. പക്ഷേ ഈശോ പിന്തിരിഞ്ഞ് നോക്കിയെന്നാണ് പറയുക. അതായത് ഈശോ പിന്തിരിഞ്ഞ് നോക്കിയത് തൻ്റെ ശിഷ്യരെയാണ്. ആ ശിഷ്യരുടെയൊക്കെ കൂട്ടത്തിൽ നമ്മളുണ്ട്. ഈശോയുടെ ഇന്നത്തെ ശിഷ്യരാണ് നമ്മൾ. നമുക്കൊക്കെ മാതൃക നൽകാൻ വേണ്ടി ഈശോ എന്തിനാണ് നിന്റെ ജീവിതത്തിൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയാ പിന്തിരിഞ്ഞു നോക്കി. ഇതുപോലെ തടസ്സമായി മാനുഷിക ചിന്തകൾ നിന്റെ മുമ്പിൽ വരും. സുഖിപ്പിക്കുന്ന, സന്തോഷം നൽകുന്ന ജീവിത ശൈലികൾ, നിന്റെ ചിന്താധാരകൾ നിനക്ക് വിലംഘനയുണ്ടാകും. അപ്പോഴൊക്കെ നീ മുറുകെ പിടിക്കേണ്ടത് ദൈവിക ചിന്തയാ. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം നീ ഏതവസരത്തിലും മുറുകെ പിടിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. ഈ ഒരു വചനം നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ്. അതായത് ദൈവിക ഇഷ്ടത്തിന് ജീവിതത്തിൽ പ്രാധാന്യം നൽകാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മാനുഷികമായ ചിന്തയ്ക്കപ്പുറം ദൈവത്തിൻ്റെ ഇഷ്ടം നിന്റെ ഇഷ്ടമാക്കി മാറ്റാൻ നിനക്കെന്ന് കഴിയുമോ? അപ്പോഴാണ് ഈശോയെ അടുത്ത് അനുഗമിക്കാനായിട്ട് സാധിക്കുക. ഈശോ വ്യക്തതയോടെ പറയുന്നുണ്ട്. സഹനങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈശോയുടെ തൊണ്ടയൊന്നും ഇടറുന്നില്ല. കാരണം ഇതെൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിനെതിരായി എനിക്കൊന്നും പ്രവർത്തിക്കാനില്ല എന്ന സമർപ്പണ ബോധം ഈശോയ്ക്കുണ്ട്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ അടുത്തു പിഞ്ചെല്ലുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടത് ഇത് തന്നെയാണ്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടം പൂർണ്ണതയോടെ ജീവിക്കാൻ എനിക്ക് സാധിക്കണം. അപ്പോഴാ ഈശോയെ അടുത്ത് അനുഗമിക്കാൻ സാധിക്കുക, കുരിശുമെടുത്ത് അനുഗമിക്കാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ബലി അർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഇത് തന്നെയാണ്. മാലാഖയുടെ മക്കളാണെന്ന് നമ്മളൊക്കെ പറയും, സംരക്ഷണമുള്ള മക്കൾ. ഈ മാലാഖ ചെയ്യുന്നത് അത് തന്നെയാണ്. ദൈവം ഒന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യും, വേറെ ഒന്നും വ്യതിചലിക്കില്ല, രണ്ടാമതൊന്നും ചിന്തിക്കില്ല. പ്രിയമുള്ളവരെ, ഈ മാലാഖയെ മാധ്യസ്ഥരെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുള്ള മാലാഖ തരുന്ന മാതൃക ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം, വേറെ ഒന്നും ചിന്തിക്കേണ്ട, നീ അങ്ങ് ചെയ്തു കൊള്ളുക, ദൈവം നിന്നെ നോക്കിക്കൊള്ളൂ. നമ്മളിന്ന് ബലിയർപ്പിക്കുമ്പോൾ ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. സ്നേഹനിധിയായ ഈശോയെ, പലപ്പോഴും മാനുഷികമായി പലവിധ ചിന്തകളാൽ പല കാര്യങ്ങളും ക്രമീകരിച്ച് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ചിന്തയ്ക്ക് വിഘാതമായി എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അസ്വസ്ഥരാകുന്നവരാ, അല്ലെങ്കിൽ അതിനൊക്കെ ശക്തിയുക്തം എതിർക്കുന്നവരാ. സ്നേഹമുള്ള പിതാവേ, നിന്റെ ഇഷ്ടത്തിന് എന്നെ തന്നെ വിട്ടുതരാനുള്ള എളിമ എനിക്ക് തരണേ. നിന്റെ കൃപയ്ക്ക് എന്നെ തന്നെ സമർപ്പിക്കാനുള്ള വിനയം എനിക്ക് തരണേ. നിന്റെ ഇഷ്ടം തിരിച്ചറിയാൻ എന്നും പ്രാർത്ഥനാപൂർവം നല്ല മനസ്സോടെ എൻ്റെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ എന്നെ ശക്തിപ്പെടുത്തണേ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നിന്റെ പ്രിയപ്പെട്ട മകളായി ദൈവഹിതം അറിഞ്ഞ് നിന്റെ ഹിതത്തിന് എന്നും പ്രാധാന്യം നൽകി ജീവിക്കാൻ എനിക്ക് നീ വരം നൽകണേ. അതിനുള്ള കൃപ ഈ ബലി വഴി എനിക്ക് നൽകി എന്നെ ശക്തിപ്പെടുത്തണേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൻ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും.
അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപൊസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയ്ക്കും നമ്മുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കായി പ്രയത്നിക്കുവാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിഭാവനമായ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ഒരു നവനാൾ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കാം. നമ്മളുടെ നിയോഗങ്ങളെ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. വിശുദ്ധ മിഖായേൽ മാലാഖയോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് വിശ്വസിക്കുമെന്നുള്ള കൃപാവരത്തോടു കൂടി നമ്മുടെ ആവശ്യങ്ങളെ ഓർത്ത് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. സുന്ദരഗാനം ജയഗാനം സമയമായി ഹൃദയ വീണകൾ മീട്ടു അതിബോധം ബലിവേദി തിരുയാഗമായി സാദരം ചേർന്നിടാം പരിപൂർണമായി വരുവേഗം നിങ്ങളൊന്നായി
സഹോദരരെ, ഞങ്ങളുടെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, കേണപേക്ഷിച്ചുകൊണ്ട് ഈ സ്തോത്രബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. മാലാഖമാരുടെ ശുശ്രൂഷയാൽ അങ്ങേ മഹിമാവിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന ഈ ബലി പ്രീതിയോടെ സ്വീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തന്റെ ജനനത്താ പഴയ മനുഷ്യനെ നവീകരിച്ചു. സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്ത് മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി. പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗ കവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാ.
കരങ്ങളും നെഞ്ചോട് ചേർത്ത് കൂപ്പിപ്പിടിക്കാം. സ്വർഗത്തിലെ നാഥൻ അപ്പമായും വീഞ്ഞായും മാറി നമ്മുടെ മുമ്പിലേക്ക് നമ്മിലേക്ക് വരാൻ ആഗതമാകുന്ന നിമിഷങ്ങളിലാണ് നാം ആയിരിക്കുക. ഈശോ ഇത്രമാത്രം ചെറുതായി, ഇത്രമാത്രം താഴ്ന്ന് നമ്മുടെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മളോടും ഈശോ ആവശ്യപ്പെടുന്നത് തന്നെയാ, എളിമയുള്ള ഹൃദയമുള്ള വ്യക്തിയാവുക. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അഭിഷേകം നിനക്കുണ്ടാകണമെങ്കിൽ നീ എളിമപ്പെട്ടേ മതിയാകൂ എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുക. ഈശോയ്ക്ക് ഇത്രമാത്രം താഴാൻ പറ്റുമെങ്കിൽ നമുക്കും താന്നുകൂടെ? ഈ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആരോടെങ്കിലും ഒക്കെ ക്ഷമിക്കാത്ത അവസ്ഥകളുണ്ടെങ്കിൽ, വൈരാഗ്യവും പകയും ഒക്കെ കാത്തുസൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിനക്ക് കൃപ ലഭിക്കണമെങ്കിൽ നീ വിനയപ്പെട്ടേ മതിയാവും, എളിമപ്പെട്ടേ മതിയാവും. എളിമപ്പെടാത്ത ഒരാൾക്കും ദൈവത്തിൻ്റെ കൃപയുടെ പാത്രമാകാൻ കഴിയില്ല. എളിമപ്പെടാം, ക്ഷമിക്കാം. നമുക്ക് ആരോടൊക്കെ പകയുണ്ടോ, ദേഷ്യമുണ്ടോ, വെറുപ്പുണ്ടോ, നമ്മുടെ ബന്ധങ്ങൾ അറ്റുപോയിട്ടുണ്ടോ, ആ വ്യക്തികളെ നമുക്ക് ഈ അൾത്താരേക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയെ, ഞാൻ സമർപ്പിക്കുന്ന വ്യക്തിയെ അനുഗ്രഹിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മോട് ശത്രുതയുള്ള, നമുക്ക് ശത്രുതയുള്ള എല്ലാ വ്യക്തികളെയും ചേർത്ത് വയ്ക്കാം. ഈശോയെ, ആ വ്യക്തികളെ അനുഗ്രഹിക്കണേ. എൻ്റെ ജീവിതത്തിലെ അവർ ഏൽപ്പിച്ച മുറിപ്പാടുകൾ നീ സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ ഇത്രമാത്രം എളിമപ്പെട്ടുവെങ്കിൽ, നമുക്ക് വേണ്ടി ഇത്രമാത്രം മുറിപ്പെട്ടുവെങ്കിൽ, ഈശോയ്ക്ക് വേണ്ടി ആ മുറിപ്പാടുകൾ സമർപ്പിച്ച് വലിയ വിശ്വാസത്തോടെ വിനയപ്പെട്ടുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് എളിമപ്പെട്ട് നമുക്ക് ഈ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഉറപ്പാണ്, നീ എത്രമാത്രം ക്ഷമിക്കുന്നുവോ, എത്രമാത്രം എളിമപ്പെടുന്നുവോ, അത്രമാത്രം കൃപ നിനക്ക് ലഭിക്കും, അത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിനക്കുണ്ടാകും. പ്രാർത്ഥനാപൂർവ്വം എളിമപ്പെട്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച്, എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് ഈ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ പങ്കുചേരാം. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു: എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ
അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന് രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരു ആത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും എല്ലാ വിശുദ്ധരോടൊത്ത് അങ്ങേ സന്നിധിയിൽ ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനത്തോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും
എന്നുമെന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ
അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാനാശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാനാശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തന്മകളാക്കാൻ വിളിക്കുന്നു. ഹൃദയം തുറന്നിടാം, അനുദിനം സ്തുതി പാടാം. അഴുകിയ ചിന്തകൾ മാറ്റി മാനസം തവ തിരുപാതേ സമർപ്പിക്കാം. ഹൃദയം തുറന്നിടാം, അനുദിനം സ്തുതി പാടാം. അഴുകിയ ചിന്തകൾ മാറ്റി മാനസം തവ തിരുപാതേ സമർപ്പിക്കാം. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാനാശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. നീ വരുമ്പോഴെന്നുള്ളം എത്ര മധുര്യമെന്നാഥ. നിന്നെ ഒഴിഞ്ഞെൻ്റെ ഉള്ളം അത്രമേൽ ശൂന്യമെന്നാഥ. നീ വരുമ്പോഴെന്നുള്ളം എത്ര മാധുര്യമെന്നാഥ. നിന്നെ ഒഴിഞ്ഞെൻ്റെ ഉള്ളം അത്രമേൽ ശൂന്യമെന്നാഥ. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാനാശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ അപ്പത്താൽ പരിപോഷിതരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ ഭോജനത്തിന്റെ ശക്തിയാൽ ബലം പ്രാപിച്ച ഞങ്ങൾ അങ്ങേ മാലാഖമാരുടെ വിശ്വസ്ത സംരക്ഷണത്തിൽ
രക്ഷാമാർഗത്തിലൂടെ സുദീനം മുന്നേറുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാളിന് ഒരുക്കമായി നവനാളിൻ്റെ 5-ാം ദിനത്തിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചത് കഴിഞ്ഞ വർഷം ഇവിടെ കൊച്ചച്ഛനായിരുന്ന ജോസഫ് ഒളാട്ടുപുറത്തച്ഛനാണ്. അച്ഛനിപ്പോൾ കൂട്ടുകാട് കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ദേവാലയത്തിൽ കൊച്ചച്ഛനായിട്ട് സേവനം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വേണ്ടി വളരെ വ്യക്തതയോടുകൂടെ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണമേ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അച്ഛൻ വചന സന്ദേശത്തിലൂടെ നമ്മോട് പറയുകയായിരുന്നു, പത്രോസിന് ഒരു ദൈവിക രഹസ്യം വെളിപ്പെട്ട് കിട്ടി. അതുപോലെ തന്നെ നമുക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക രഹസ്യം വെളിപ്പെട്ട് കിട്ടണം. അപ്പോഴാണ് നമ്മുടെ കുടുംബജീവിതം സമാധാനപൂർണമാവുക. ദൈവത്തിൻ്റെ സ്വരത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ്, നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ ഏറ്റെടുക്കുമ്പോഴാണ് അത് ദൈവത്തിൻ്റെ പദ്ധതി നമ്മിൽ പൂർത്തിയാവുകയും നമ്മുടെ ജീവിതം സമാധാനപൂർണമാവുകയും ചെയ്യുക. ഈ ഒരു ദൈവിക രഹസ്യം എങ്ങനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടും? അച്ഛൻ പറഞ്ഞു തന്നു, യേശുനാഥൻ രാത്രിയിൽ ഒരുപാട് സമയം ദൈവവുമായിട്ട് പ്രാർത്ഥനയിൽ ചെലവഴിച്ചപ്പോഴാണ് പിതാവിൻ്റെ ഹിതം യേശുനാഥന് വെളിപ്പെട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ നാം പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അച്ഛൻ പറഞ്ഞു തന്നത് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അനുരഞ്ജനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയാണ് കൃപയുടെ താക്കോല് നമുക്ക് തുറന്നു കിട്ടുക. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കൃപയുടെ താക്കോല് തുറന്നു കിട്ടണമെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് അനുരഞ്ജനപ്പെട്ടുകൊണ്ട് തീക്ഷ്ണതയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണമെന്ന് അച്ഛൻ്റെ ബലിയിലൂടെ നമ്മുടെ വചന സന്ദേശത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. അച്ഛന് ഏറ്റവും സ്നേഹത്തോടു കൂടെ ഈ ഒരു ദൈവികമായ രഹസ്യം ഞങ്ങൾക്ക് ഈ ഒരു ബലിയിലൂടെ വെളിപ്പെടുത്തി തന്ന ജോസ് ഒളാട്ടുപുറം അച്ഛന് സ്നേഹത്തോടുകൂടെ നന്ദി പറയുകയാണ്. അംബ്രോസ് അച്ഛൻ്റെ പേരിലും വർഗീസ് അച്ഛൻ്റെ പേരിലും എല്ലാ പ്രസിദ്ധേന്തിമാരുടെ പേരിലും ഇന്ന് ഈ ബലിയിൽ ഇവിടെയായിരുന്നു പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ പേരിലും ഇടവക മക്കളുടെ പേരിലും ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ പേരിലും അച്ഛന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം നേരുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യബലി സമാപിച്ചു. ദൈവത്തിനു നന്ദി. സ്വർണ്ണച്ചിറകുകൾ വീശിയണയുന്ന സ്വർഗീയ ദൂതനാം മിഖായേലേ, തിന്മകൻ സർപ്പത്തെ തോൽപ്പിച്ചു ഭൂമി നന്മകൻ പൂക്കൾ വിടർത്തിയാലും എന്നും നന്മകൻ പൂക്കൾ വിടർത്തിയാലും സ്വർണ്ണച്ചിറകുകൾ വീശിയണയുന്ന സ്വർഗീയ ദൂതനാം മിഖായേലേ. ത്രാസുമായി നിത്യം വിളങ്ങുന്ന മാലാഖവൃന്ദത്തിൻ നായകനേ,
ദൂതമാലുകളൊക്കെയും നീക്കിയാലും ദൂതമാലുകളൊക്കെയും നീക്കിയാലും സ്വർണ്ണ ചിറകുകൾ വീശിയണയുന്ന സ്വർഗീയ ദൂതനാം മിഖായേലേ, തിന്മകൻ സർപ്പത്തെ തോൽപ്പിച്ചു ഭൂമി, നന്മകൻ പൂക്കൾ വിടർത്തിയാലും എന്നും നന്മകൻ പൂക്കൾ വിടർത്തിയാലും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നവനാളിൻ്റെ 5-ാം ദിനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു നിയോഗം കൊണ്ടുവരാം. അത് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അതൊരു നിയോഗമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടങ്ങളിൽ അത് സമർപ്പിക്കുക. പ്രത്യേകിച്ച് ഇന്ന് കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് എതിർചിന്തകൾ മൂലം പരസ്പരം മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് ഭക്ഷിക്കുവാനൊക്കെ പറ്റാത്തൊരു സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രത്യേകമായ സംരക്ഷണം വഴി അതെല്ലാം എടുത്തു മാറ്റപ്പെടുവാൻ, നമ്മുടെ കുടുംബം ഒരു സ്വർഗമായിട്ട് മാറുവാൻ ഇന്ന് ഈ നൊവേനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും വിളനിലമായ കർത്താവേ, ദുഃഖിതരും പീഡിതരുമായ ഞങ്ങൾ അങ്ങേ തിരുമുൻപിൽ അഭയം തേടുന്നു. അങ്ങേ വത്സല മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന കാരുണ്യപൂർവ്വം കേൾക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പാപവിമോചകനായ ക്രിസ്തുവേ, പാപത്തിൻ്റെ ഇരുളിൽ നിന്നും നിത്യമായ വെളിച്ചം തേടി ഞങ്ങൾ അനുതാപത്തോടെ അങ്ങേ തിരുമുൻപിൽ അണയുന്നു. ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് അങ്ങ് ഞങ്ങളെ ശാശ്വതമായ പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരമ കാരുണികനായ ദൈവമേ, തിന്മകളോട് പോരാടുവാനും നീതിയുടെ കാവൽക്കാരനും ദുഃഖിതരുടെ ആശാകേന്ദ്രവുമായ വിശുദ്ധ മിഖായേലിനെ അങ്ങ് ഞങ്ങൾക്ക് മധ്യസ്ഥനായി നൽകിയല്ലോ. മുഖ്യദൂതനായി വിരാജിക്കുന്ന ഈ മാലാഖയുടെ യോഗ്യതകൾ വഴിയായി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കാരുണ്യപൂർവ്വം കേട്ടരുളയണമേ. ആമേൻ. ഈ നവനാൾ ജപം നാം ചൊല്ലുമ്പോൾ ഒരു പ്രത്യേകമായൊരു നിയോഗം സമർപ്പിക്കുന്നു. മരിയ എന്ന മകൾക്ക് നാളെ സിസേറിയൻ തീരുമാനിച്ചിരിക്കുകയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും ബുദ്ധിമുട്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സിസേറിയൻ നടത്തുന്നത് ആയതിനാൽ കുഞ്ഞിനും അമ്മയ്ക്കും യാതൊരു കുഴപ്പമില്ലാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു നിമിഷം ഈ ഒരു കുടുംബത്തെ, ഈ കുഞ്ഞിനെ, ഈ അമ്മയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു സമൂഹം മുഴുവനും മാലാഖയുടെ സംരക്ഷണം യാചിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന ഈ ഒരു പ്രാർത്ഥന അത് സ്വർഗം കേൾക്കപ്പെടാൻ, ഈ ഒരു നിമിഷം തന്നെ ആ ഒരു പ്രാർത്ഥന സ്വർഗത്തോളം എത്തുവാനും ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ വഴി വലിയ സൗഖ്യവും ആ ഓപ്പറേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും സജ്ജീകരിക്കണമേ എന്ന്, ദൈവത്തോട് കരുണയായിരിക്കണമേ എന്നും നമുക്ക് വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളിലെല്ലാം ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും വിശ്വാസത്തോടു കൂടെ നമുക്ക് ഏറ്റുചൊല്ലാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദൈവത്തിന്റെ വിശ്വസ്ത ദാസനായ അങ്ങയെ ഞങ്ങൾ ഭക്ത്യാദരങ്ങളോടെ വണങ്ങുന്നു. അങ്ങയുടെ പരിലാളനയും സ്നേഹവും എന്നെന്നും ഞങ്ങൾക്ക് ഉണ്ടാകണമേ. ദുഃഖിതരും പീഡിതരും ആലംബഹീനരുമായ ഞങ്ങളെ അങ്ങ് എന്നെന്നും പരിപാലിക്കണമേ. ഓ പുണ്യപൂജനായ വിശുദ്ധ മിഖായേലേ, അങ്ങും അങ്ങയുടെ ദൂതന്മാരും ചേർന്ന് സ്വർഗത്തിൽ കടന്നുകൂടിയ തിന്മയുടെ പ്രതീകമായ ദുഷ്ടസർപ്പത്തോട് പോരാടുകയും അവനെ തോൽപ്പിച്ച് സ്വർഗത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുകയും ചെയ്തുവല്ലോ. നീതിമാനും
ദയാനിധിയുമായ മഹാവിശുദ്ധനെ ഞങ്ങൾക്കുണ്ടാകുന്ന വിപത്തുകളിലും തീരാ ദുഃഖങ്ങളിലും ഒരു കാവൽ സൈനികനെ പോലെ അങ്ങ് ഞങ്ങളെ കാക്കേണമേ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ഈ ഒരു നിമിഷം സമർപ്പിക്കാം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. നമ്മൊരു പ്രാർത്ഥന, ഒരു നിയോഗം സമർപ്പിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിലേക്ക് മാലാഖയുടെ മാധ്യസ്ഥം വഴിയായിട്ട് സാധിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് മഹത്വം നൽകാനാണ്, ദൈവത്തിന് നന്ദി പറയുവാനാണ്, നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിലേക്ക് സമർപ്പിക്കാനാണ്. ഈ ഒരു ബോധ്യത്തോടുകൂടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഏറെ പ്രത്യേകമായി 2014 ഒരുമ പ്രസേന്തി കൂട്ടായ്മയുടെ നിയോഗം സമർപ്പിക്കുന്നു. പള്ളിയിൽ സെബാസ്റ്റ്യനും കുടുംബവും നന്ദി പറഞ്ഞുകൊണ്ടുള്ള നിയോഗം സമർപ്പിക്കുന്നു. ഇളങ്ങുന്നപ്പുഴ ഞാറക്കിൽ നിന്ന് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജിജി വർഗീസിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രൂപ ടോംസ് ചിറപ്പറമ്പിൽ ഇരിഞ്ഞാലക്കുട ഇവരുടെ കുടുംബ നിയോഗവും സമർപ്പിക്കുന്നു. പള്ളിയിൽ ക്ലീറ്റസ് ബിന്ദു ഇറ്റലിയിൽ സൊജോർണ ശരിയാകുന്നതിന് വേണ്ടി നിയോഗം സമർപ്പിക്കുന്നു. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടൽ ഈ ഒരു നിമിഷം സാധ്യമാകുന്നതിന് വേണ്ടി വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. ഞങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തണമേ. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്യുവാനും അവരുടെ ഉയർച്ചയിൽ ആനന്ദിക്കുവാനും ഞങ്ങൾക്ക് അങ്ങ് ശക്തി നൽകണമേ. ഒരു കൈയിൽ നീതിയുടെ തുലാസം, മറുകൈയിൽ സത്യത്തിന്റെ വാളുമായി ഞങ്ങളെ കാത്തുരക്ഷിക്കുന്ന ദൈവദൂത, അങ്ങയുടെ കൃപാകടാക്ഷങ്ങൾ എന്നും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. ഉറച്ച വിശ്വാസത്തിലും ക്രൈസ്തവ സ്നേഹത്തിലും വ്യാപരിക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദാരിദ്ര്യത്തിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ശാശ്വത വെളിച്ചത്തിലേക്ക് അങ്ങ് എന്നെന്നും ഞങ്ങളെ നയിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സത്യസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ വിശ്വസ്തദാസനും സ്വർഗത്തിൻ്റെ കാവൽക്കാരനും മുഖ്യദൂതനുമായ വിശുദ്ധ മിഖായേലിനെ ഞങ്ങളുടെ മധ്യസ്ഥനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ മാലാഖയുടെ യോഗ്യതകൾ വഴിയായി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് നിത്യപിതാവായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യവിശ്വാസത്തിൻ ദീപം തെളിക്കുന്ന മാലാഖേ, മൈക്കിൾ മാലാഖേ, എന്നെന്നും ഞങ്ങൾക്ക് മധ്യസ്ഥനായി നീ അനുഗ്രഹവർഷങ്ങൾ സത്യവിശ്വാസത്തിൻ ദീപം തെളിക്കുന്ന മാലാഖേ, മൈക്കിൾ മാലാഖേ, സർവദുഃഖങ്ങളും നീക്കി ഭൂമിയിൽ സ്വർഗ സന്ദേശം വിതയ്ക്കൂ. സർവദുഃഖങ്ങളും നീക്കി ഭൂമിയിൽ സ്വർഗ സന്ദേശം വിതയ്ക്കൂ. തിന്മതൻ ചിന്തകൾ നീക്കി നീ ഞങ്ങളിൽ ദൈവവിചാരം നിറയ്ക്കൂ. ദൈവവിചാരം നിറയ്ക്കൂ. സത്യവിശ്വാസത്തിൻ ദീപം തെളിക്കുന്ന മാലാഖേ, മൈക്കിൾ മാലാഖേ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കൃതജ്ഞതാ പ്രാർത്ഥന. സത്യത്തിന്റെയും നീതിയുടെയും കാവൽക്കാരനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങളുടെ കണ്ണുനീരിലും കഷ്ടപ്പാടുകളിലും ആപത്സന്ധികളിലും അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും കാത്തുപാലിക്കുകയും ചെയ്യുന്നവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കൃപാകടാക്ഷങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ അങ്ങേ തിരുമുൻപിൽ പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ നിരന്തരമായ അനുഗ്രഹാശിസുകളും സംരക്ഷണവും എന്നെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആമേൻ. എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് സൗഖ്യമേകുന്ന ദൈവമേ, ശാരീരികവും മാനസികമായ വ്യതകളാൽ പീഡിതരായ ഞങ്ങളെ അങ്ങ് തൃക്കൺ പാർക്കണമേ. സഹനങ്ങളുടെ കുരിശും ചുമന്ന് ജീവിതത്തിൻ്റെ കാൽവരയിലൂടെ മുന്നോട്ട് നീങ്ങുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. മാറാവ്യാധികളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ച് നിത്യാരോഗ്യം കൈവരുത്തണമേ. ഈ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മധ്യസ്ഥനും അങ്ങയുടെ വിശ്വസ്തദാസനുമായ വിശുദ്ധ മിഖായേൽ മാലാഖ വഴിയായി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കവാടം തുറക്കും രക്ഷാകരം ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാം, ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ നാഥനിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകൾ ഉറ്റുനോക്കാം. സ്വർഗം വിട്ട് ഇറങ്ങി വന്ന സ്നേഹമുള്ള ഈശോയുടെ മുമ്പിലാണ്
നമുക്ക് ആയിരിക്കുക. മാലാഖമാർ സ്വർഗത്തിൽ അനവരതം ആരാധിച്ചു പാടുന്ന സ്നേഹമുള്ള തമ്പുരാന്റെ മുമ്പിൽ നിൽക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. വെളിപാടിന്റെ പുസ്തകത്തിൽ നാം ശ്രവിക്കുന്നത് പോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അനവരതം സ്തുതികളും പുകഴ്ചയും ഉയരുന്ന സ്വർഗത്തിലെ നാഥൻ ഇതാ നമ്മോടൊപ്പമായിരിക്കുന്നു. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഈശോ ഒപ്പമായിരിക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയുടെ നിമിഷത്തിലാണ് നാം ആയിരിക്കുക. അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി എന്ന് തിരുവചനത്തിൽ നമ്മൾ ശ്രവിക്കുന്നുണ്ട്. ഈശോയിലേക്ക് നോക്കാം. ആ ദിവ്യമായ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാം. സ്വർഗത്തിലെ മാലാഖമാരും സകല വിശുദ്ധരും അത്യധികം സന്തോഷത്തോടെ ഹൃദയം തുറന്ന് ആരാധിക്കുന്ന ഈശോയെ, ദൈവത്തിന്റെ പുത്രനെ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടിനെ നമുക്കും നമ്മുടെ ഹൃദയം തുറന്ന് ആരാധിച്ചു പാടാം. ആരാധനയുടെ നിമിഷത്തിൽ നമ്മുടെ എല്ലാ ഭയപ്പാടുകളും ആകുലതകളും ഒക്കെ മറന്ന് മാലാഖമാരോടും വിശുദ്ധരോടും ഒപ്പമാണ് ഞാൻ എൻ്റെ നാഥനെ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്, പുകഴ്ത്തുന്നത് എന്ന വലിയ ബോധ്യത്തോടെ നമുക്ക് ദിവ്യകാരുണ്യ നാഥനെ ആരാധിച്ചു പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. ആകാശത്തിന് കീഴിൽ നിനക്ക് രക്ഷ നൽകുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് ഈശോയുടെ നാമം. പിശാചുക്കൾ ഭയപ്പെടുന്ന നാമം. ഈശോയുടെ നാമത്തെ നമുക്ക് ആരാധിച്ചു പാടാം. ഈശോയെ ആരാധന ഏറ്റുപാടാം. യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞവരെ, തന്റെ പുത്രനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് തിരുവചനം നമ്മോട് പറയുന്നു. ദൈവം സ്നേഹമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹിതന് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമായ ഈശോയെ, സ്നേഹമായ ദൈവത്തെ നമുക്ക് ആരാധിച്ചു പാടാം. സ്നേഹമേ ആരാധന, സ്നേഹമേ ആരാധന. എല്ലാവരും ഒരുമിച്ച് പാടാം. ആരാധന സ്നേഹമേ ആരാധന. ആരാധന ആരാധന സ്നേഹമേ ആരാധന. സ്നേഹം നിറഞ്ഞവരെ, സ്ലീഹന്മാർ തടവറയിൽ കിടന്ന് സ്തുതിച്ചപ്പോൾ അവരെ ബന്ധിച്ചിരുന്ന ശക്തമായ ചങ്ങലകളൊക്കെ പൊട്ടിപ്പോയി എന്ന് നാം കേൾക്കുന്നു. സ്ലീഹന്മാർ സെഹിയോൻ ഒട്ടുശാലയിൽ ധ്യാനിച്ചിരുന്നപ്പോ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വലിയ ശക്തിയോട് ഇറങ്ങി വന്നു എന്ന് നാം കേൾക്കുന്നു. ഭയത്തിന്റെ ആകുലതകള്, പാപത്തിന്റെ ബന്ധനങ്ങള്, എല്ലാ അസ്വസ്ഥതകളും നീങ്ങിപ്പോകുന്ന ആരാധനയുടെ നിമിഷത്തിൽ നാം ആയിരിക്കുക. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ പൈശാചികമായ തിന്മയുടെ ബന്ധനങ്ങള്, പാപത്തിന്റെ അടിമത്തങ്ങള് ശക്തിയോടെ വിട്ടുപോകുന്ന നിമിഷം ഈശോയാണ് നമ്മുടെ രക്ഷ, ഈശോയാണ് നമ്മുടെ ശക്തി. ശക്തിയാകുന്ന ദൈവമേ എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കാം. ശക്തിയെ ആരാധന നമുക്ക് ഏറ്റുപാടാം എല്ലാവരും ഒരുമിച്ച്. ആരാധന ശക്തിയെ കുടുംബത്തിലെ എല്ലാ ബന്ധങ്ങളിലേക്കും ശക്തിപ്പെടുത്തുന്ന സാന്നിധ്യമായി പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ അറ്റുപോയ ബന്ധങ്ങള്, സ്നേഹമില്ലാത്ത ബന്ധങ്ങള്, അകന്നുപോയ ബന്ധങ്ങള്, നമ്മുടെ കുടുംബത്തിലെ എല്ലാ ബന്ധങ്ങളെയും ശക്തിയായ പരിശുദ്ധാത്മാവെ ബന്ധിപ്പിക്കണേ, പുനർജീവിപ്പിക്കണേ. ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലേക്കും സ്നേഹം നിറയ്ക്കണേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ശക്തിയുള്ള സ്നേഹബന്ധത്തിൽ, ക്ഷമയുള്ള ബന്ധത്തിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും ആലപിക്കാം. ഈശോയെ ആരാധന.
ക്ഷമയുള്ള കാരുണ്യമുള്ള നാഥൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുക. തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം ശ്രവിക്കുന്നുണ്ട്: ഈശോ എവിടെയുണ്ടെന്ന് കേട്ടോ അവിടേക്ക് അവർ രോഗികളായ എല്ലാവരെയും കൊണ്ടുവന്നു എന്ന്. പ്രിയമുള്ളവരെ, ഈശോ ദിവ്യകാരുണ്യമായി ഇവിടെയുണ്ട്. തിരുവചനം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 24-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം ശ്രവിക്കുന്നുണ്ട്: അവൻ്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു, എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവരെയും, പിശാചുബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. പ്രിയമുള്ളവരെ, വചനം പറയുന്നു, എല്ലാ രോഗികളെയും വിവിധ വ്യതകളാല് വ്യാധികളാല് അവശത അനുഭവിക്കുന്നവര്, പിശാചി ബാധിതര്, അപസ്മാര രോഗികള്, തളർവാദം പിടിപെട്ടവർ, എല്ലാ രോഗികളെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഈശോയുടെ അടുക്കലേക്ക്, ഈശോയുടെ സന്നിഹിതമായിരിക്കുന്ന നിമിഷത്തില് ഈശോയുടെ അടുക്കിലേക്ക് എല്ലാവരെയും നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ എല്ലാ വ്യതകളെയും മനോവിഷമങ്ങളെയും ഉത്കണ്ഠകളെയും എല്ലാം സുഖപ്പെടുത്താൻ കഴിയുന്ന, ദൂരീകരിക്കാൻ കഴിയുന്ന ശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളായിരിക്കുക. വചനം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കൃപയായി ലഭിക്കണമെങ്കിൽ എളിമപ്പെട്ടേ മതിയാവൂ. നമ്മളൊക്കെ എളിമപ്പെടാനാണ് ദിവ്യകാരുണ്യനാഥൻ നമ്മെ പഠിപ്പിക്കുക. ഈ ദിവ്യകാരുണ്യനാഥൻ ഒരു അത്ഭുതമാണ്. കാരണം ഗോതമ്പപ്പത്തില് എൻ്റെ ഈശോ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, എഴുന്നള്ളി വന്നിരിക്കുന്നത് ഒരു അത്ഭുതമാണ്. ഇതിലും വലിയ അത്ഭുതം വേറെയില്ല. ദിവ്യകാരുണ്യനാഥൻ നമ്മോട് പറയുക, എനിക്ക് ഇത്രമാത്രം എളിമപ്പെടാൻ, വിനയപ്പെടാൻ പറ്റുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നീ എത്രമാത്രം വിനയപ്പെടേണ്ടതാ, എത്രമാത്രം എളിമപ്പെടേണ്ടതാ. നിന്റെ അഹങ്കാരം നീ ദൂരീകരിക്കേണ്ടതല്ലേ. വചനം വ്യക്തമായിട്ട് പറയുന്നു, അഹങ്കാരികളെ ദൈവം എതിർക്കുന്നു. മനുഷ്യരല്ല, ദൈവം തന്നെയാണ് അവനെ എതിർക്കുക. ദൈവം തന്നെ അവനെ തോൽപ്പിക്കുക. നിനക്ക് പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, നിന്റെ ബിസിനസ്, നിന്റെ വ്യാപാരം, നിന്റെ പ്രവർത്തനങ്ങളൊന്നും വിജയിക്കുന്നില്ലെങ്കിൽ ഓർക്കുക, നിന്റെ ജീവിതത്തിൽ എവിടെയൊക്കെയോ അഹങ്കാരമുണ്ട്. നിന്റെ കുടുംബ ബന്ധങ്ങൾ തളർന്നു പോകുന്നു. സ്നേഹിക്കാൻ പറ്റുന്നില്ല, പങ്കുവെക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. എന്തു പറഞ്ഞാലും കലഹങ്ങൾ. എന്നെ എൻ്റെ ജീവിത പങ്കാളി മനസ്സിലാക്കുന്നില്ല, അപ്പച്ചനും അമ്മച്ചിയും മനസ്സിലാക്കുന്നില്ല, മക്കള് മനസ്സിലാക്കുന്നില്ല. അറിയുക, അഹങ്കാരമുള്ള ഇടമാണത്. അഹങ്കാരമുള്ളത് കൊണ്ടാ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നേ. പ്രിയമുള്ളവരെ, തിരുവചനം പറയുന്നുണ്ട്, അപ്പോസ്തലന്മാർ ഒരേ മനസ്സോടെ, ഒരേ ആത്മാവോടെ അവർ ആയിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, എളിമ എവിടെയുണ്ടോ അവിടെ കൈവരുന്ന ഗുണമാണ് ഒരേ മനസ്സ്, ഒരേ ആത്മാവ്. നിങ്ങൾ എത്ര പേരുണ്ടായാലും അവിടെ വിനയമുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങി വന്ന് നമ്മുടെ കുടുംബത്തിൽ ഒരേ ആത്മാവുണ്ടാകും, ഒരേ ജീവിതമുണ്ടാകും. പരസ്പരം പറയാതെ തന്നെ മനസ്സിലാകും. നമുക്ക് എളിമപ്പെടാനുള്ള ക്ഷണമാണ് യേശു നമുക്ക് നൽകുക. നീ എളിമപ്പെടുമ്പോൾ ദൈവത്തിന്റെ കൃപ നിനക്കുണ്ടാകും. സെഫാനിയായുടെ പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിലൂടെ ദൈവം ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ നിന്റെ മധ്യത്തിൽ വിനയവും എളിമയുമുള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ കർത്താവിന്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. എന്റെ പരിരക്ഷ, എന്റെ സംരക്ഷണം എന്റെ ദൈവമാണെന്ന് പറയാൻ നിനക്ക് പറ്റണമെങ്കിൽ എളിമയുണ്ടാകണമെന്നാണ് ഈശോ പറയുക. ദൈവം പറയുക, എളിമയുള്ളെടുത്ത വചനം നിന്നിലേക്ക് ഇറങ്ങി വരിക, കൃപയുടെ നിറവ് നിനക്കുണ്ടാവുക. പ്രിയമുള്ളവരെ, എളിമയുള്ളിടത്താണ് ദൈവത്തിന്റെ മുമ്പിൽ നീ സമർപ്പിക്കപ്പെടുന്ന എന്തിലേക്കും
ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുക. അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന എല്ലാം സൗഖ്യമാക്കപ്പെടുക. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ നാഥനോട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇത്രമാത്രം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലെത്തി അപ്പത്തോളം ചെറുതാകാൻ നിനക്ക് മനസ്സുണ്ടായതുപോലെ ഈശോയെ, എളിമയുള്ളൊരു ഹൃദയം എനിക്ക് തരണേ. എൻ്റെ മക്കളുടെ മുമ്പിൽ, എൻ്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ, എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ, സുഹൃത്തുക്കളുടെ മുമ്പിൽ വിനയപ്പെടാൻ എന്നെ സഹായിക്കണേ. യെശയ്യായുടെ പുസ്തകത്തിലും ദൈവം ഇപ്രകാരം പറയുന്നു: അഹങ്കാരികളെ ഞാൻ ചിതറിക്കും, എളിമയുള്ളവർക്ക് ഞാൻ ദൈവമാണെന്ന് ബോധ്യപ്പെടുത്തും. നിനക്ക് ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ എളിമ വേണം, എളിമ വേണം. അതുകൊണ്ടാണ് പ്രഭാഷകൻ വ്യക്തമായിട്ട് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം പറയുന്നു: നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ദൈവത്തിൻ്റെ അനുഗ്രഹം നീ യാചിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, ദൈവം പറയും ഇത്ര മാത്രമേ ഉള്ളൂ, നീ വിനയപ്പെടുക. പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, വിനീതരെ അവിടുന്ന് ഉയർത്തി. അമ്മയുടെ സ്തോത്രഗീതത്തിൽ പറയുന്നതാ, വിനീതരെ അവിടുന്ന് ഉയർത്തുന്നു. ദൈവം ഉയർത്താൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട കുഞ്ഞെ, ഈശോ പറയത്ര മാത്രമേ ഉള്ളൂ, എളിമപ്പെടുക, വിനീതനാവുക. എന്തിനാണ് ഇത്രമാത്രം അഹങ്കാരം? എന്തിനാണ് ഇത്രമാത്രം താനെന്ന ചിന്ത? ഞാനാണ് എല്ലാം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടല്ലേ പല പ്രശ്നങ്ങളും നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നേ. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുള്ള, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാത്തത്. ഈശോ ഈ നിമിഷം പറയുന്നുണ്ട്, നിനക്ക് എളിമയുള്ള ഹൃദയം ഉണ്ടാവുക, ക്ഷമിക്കുക, വിട്ടുകൊടുക്കുക. വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഇത് തന്നെയാ. നീ ക്ഷമയുള്ള വ്യക്തിയായി മാറാൻ, എളിമയുള്ള വ്യക്തിയായിട്ട് മാറാം. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒത്തിരി ആകുലതകളുണ്ട്, നമുക്കറിയാം. എത്രമാത്രം ശാന്തമായാണ് ഈശോ ആയിരിക്കുക, എത്രമാത്രം സ്നേഹമാണ് ഈശോയ്ക്ക് ഉള്ളിലുള്ളത്. നമ്മുടെയൊക്കെ അസ്വസ്ഥമായ മനസ്സ് നമുക്ക് ഹൃദയവും മനസ്സുമുള്ളവരാണ് നമ്മൾ. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഈശോയ്ക്ക് നമ്മൾ വ്യക്തമായിട്ട് അറിയാം. ഈശോ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇത്രമാത്രം അസ്വസ്ഥമാകുന്നേ? ഇത്രമാത്രം മുറിവുള്ളവനായിരിക്കുന്നത് എന്തുകൊണ്ടാ? ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് മാത്രം അറിയാവുന്ന, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം മാത്രം പേറുന്ന ഒത്തിരി മുറിവുകളില്ലേ, ആകുലതകളില്ലേ, നമുക്ക് മാത്രം അറിയാവുന്ന പാപത്തിൻ്റെ ബന്ധനങ്ങളില്ലേ. പ്രിയപ്പെട്ട കുഞ്ഞെ, ഈശോ പറയുന്നു, നിന്റെ ആകുലതകളും ഉത്കണ്ഠകളും എനിക്ക് തരിക, എൻ്റെ കുരിശോട് നീ അവ ചേർത്ത് വയ്ക്കുക. എന്തിനാണ് നീ ഇത്രമാത്രം വേദനകൾ സേറുന്നേ? ഈശോ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. ഈ സമാധാനത്തോടെ ആയിരിക്കാൻ ഈശോ പറയുക. ഈശോ എപ്പോഴും വന്നിട്ട് തരിക സമാധാനമാണ്. ഈശോ എപ്പോഴും നിനക്ക് സമാധാനം തരുന്നുണ്ട്. ഈ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ആ വിരൽ തുമ്പാൽ എന്നെ ഒന്ന് തൊടണേ, എനിക്ക് നീ എൻ്റെ ഉള്ളു നീ ശാന്തമാക്കണേ. പലവിധ തിന്മകളാൽ, പാപത്തിൻ്റെ അടിമത്തത്താൽ ഉള്ള അസ്വസ്ഥമായ എൻ്റെ ഉള്ളിലേക്ക് നീ ഒന്ന് തൊട്ട് ശാന്തമാക്കണേ. സ്നേഹമുള്ള ആ നോട്ടം എനിക്ക് നൽകി തൂമഞ്ഞു പോലെ എൻ്റെ ഹൃദയം മാറ്റണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ആ വിരൽ തുമ്പിനാൽ എന്നെ ഒന്ന് തൊടണേ. നമുക്ക് പ്രാർത്ഥിച്ച് ആലപിച്ച് പാടാം. വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. വിനയപ്പെട്ടതിന്റെ മുറിപ്പാടുകളിലേക്ക് ഈശോയെ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കാം. നിന്റെ സ്നേഹത്തിന്റെ തൈലപൂശി എന്നെ കഴുകണമെന്ന് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായി നമുക്ക് തുറന്നു വെച്ച് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം. ഈശോ തൊടുന്ന നിമിഷമാണ്, ഈശോ അനുഗ്രഹമായി കടന്നു വരുന്ന നിമിഷം. നിന്റെ മുറിവുകൾ എത്രമാത്രം ആഴമുള്ളതാണെങ്കിലും, നിന്റെ
എന്നിലുള്ള പാപത്തിന്റെ ബന്ധനങ്ങള് ശക്തമാണെങ്കിലും ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ തൈലം പൂശി എന്നെ തഴുകണമേ. എന്റെ അഹങ്കാരമുള്ള, ഞാനെന്ന ഭാവമുള്ള, സ്വാർത്ഥതയുള്ള എന്റെ ഹൃദയത്തിലേക്ക് ഈശോയെ നിന്റെ ഭാവം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നിറച്ചാല് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കും, എനിക്ക് സ്നേഹിക്കാൻ സാധിക്കും. ആ നിന്റെ ഹൃദയത്തിന്റെ സ്നേഹമുള്ള രൂപം എന്റെ ഉള്ളിൽ തെളിഞ്ഞാല് എന്റെ ഉള്ളിലുള്ള നൊമ്പരമെല്ലാം നന്മയായി മാറും. ഈശോയെ നിന്റെ ഭാവം എനിക്ക് നൽകണേ, എളിമയുടെ ഭാവം, സ്നേഹത്തിന്റെ ഭാവം എനിക്ക് നൽകണേ. നീ എന്റെ ഉള്ളിലേക്ക് ക്ഷമിക്കുന്ന സ്നേഹമായി വരണേ എന്ന് പ്രാർത്ഥിക്കാം. ആ ഭാവമെന്നിൽ നിറഞ്ഞ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. വിനീതനാകാൻ എന്നെ സഹായിക്കും. രൂപമുള്ളിൽ എല്ലാവരോടും ക്ഷമിക്കാൻ, ഞാൻ ഉള്ളിലുള്ള വൈരാഗ്യം സൂക്ഷിച്ചിട്ടുള്ള, പക സൂക്ഷിച്ചിട്ടുള്ള എന്റെ സഹോദരനോട്, എന്റെ മാതാപിതാക്കളോട്, ജീവിത പങ്കാളിയോട് ക്ഷമിക്കാൻ ഈശോയെ സഹായിക്കണേ. ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. ആ രൂപമുള്ളിൽ തെളിഞ്ഞാൽ നൊമ്പരം നന്മയായി തീരും. ഈശോയെ വരണേ എന്റെ ഹൃദയത്തിലേക്ക്. കുറവുകളുള്ള, തിന്മകളുള്ള ഹൃദയത്തിലേക്ക്, മുറിവേറ്റ ഹൃദയത്തിലേക്ക് നീ വരണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, ഈശോ നിന്നെ തിരുമാറോട് ചേർത്ത് നിന്റെ ആത്മാവിൽ ആനന്ദം നിറയ്ക്കുന്ന നിമിഷമാണ്. ആ കരതാരിൽ നിന്റെ ജീവിതത്തെ ചേർത്ത് പിടിച്ച് നിന്റെ ജീവിതം ധന്യമാക്കുന്ന നിമിഷം. നീ എളിമപ്പെട്ടപ്പോ കൃപ കൊണ്ട് നിറച്ച് ദൈവം ഈശോയുടെ തിരുമാറോട് നിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ ഒന്നിനെയും ഭയപ്പെടേണ്ട. ഈശോയുടെ തിരുമാറോട് ചേർത്ത് ആ മാവിൽ ആനന്ദം നിറയ്ക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. ആ തിരുമാറോട് ചേർന്ന സങ്കടങ്ങളെല്ലാം ഈ മാറിലേക്ക് ആക്കി വയ്ക്കാം. നിന്നെ മനസ്സിലാക്കുന്ന സ്നേഹത്തുടിപ്പുള്ള ഒരു ഹൃദയമുണ്ട്. ആ കരതാരിൽ ഈശോയുടെ കരത്താല് എന്റെ മുറിപ്പാടുകൾ, രോഗങ്ങള്, പീഡകളെല്ലാം സുഖപ്പെടുത്തണേ നമുക്ക് പ്രാർത്ഥിക്കാം. ആ തിരുമാറോട് ചേർന്ന ആത്മാവിലാനന്ദമൊഴുകും. ആ കരതാരിൽ ലയിച്ചാൽ ജീവിതം ധന്യമായി തീരും. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടണമേ. സ്നേഹത്തിൻ തൈലം പൂശി എന്നെ തഴുകിടമേ. സ്നേഹം നിറഞ്ഞവരെ, എളിമ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ നിമിഷം നമ്മുടെ കുടുംബത്തെ ഈ ദിവികാരുണ്യ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ എല്ലാ വ്യതകളെയും, എല്ലാ ആകുലതകളെയും സമർപ്പിക്കാവുന്ന ഇടമാണ് ഈശോയുടെ തിരുഹൃദയ സന്നിധി. ഈശോ ഇരു കരങ്ങളും നീട്ടി എൻ്റെ മകനെ, മകളെ എന്ന് നിന്നെ ആശ്ലേഷിക്കാനായി സ്നേഹത്തോടെ ആയിരിക്കുന്ന നിമിഷം നിന്റെ എല്ലാ വ്യതകളും, എല്ലാ മനോവിഷമങ്ങളും, ഉത്കണ്ഠകളും, പാപത്തിന്റെ അടിമത്തങ്ങളും, എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും, പൈശാചിക ശക്തികളും, എല്ലാ മാറാ രോഗങ്ങളും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈശോ എല്ലാം സുഖപ്പെടുത്തി എന്ന് വചനം പറയുന്നു. ഈശോയെ എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, എൻ്റെ മാതാപിതാക്കള്, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കള്, എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈശോയെ
എൻ്റെ കുടുംബത്തിൻ്റെ അയൽപക്കത്തുള്ള കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ എൻ്റെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ. അവരുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ആകുലതകളും നീ അറിയുന്നുവല്ലോ ഈശോയെ. നീ ദിവ്യകാരുണ്യനാഥനാണ്. നീ എല്ലാം അറിഞ്ഞ് എല്ലാം കണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അറിയുന്നു ഈശോയെ. വിനയപ്പെട്ട ഞാൻ സമർപ്പിച്ച എല്ലാവരിലേക്കും നീ അനുഗ്രഹമായി കടന്നു വരണേ പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹമായി കടന്നു വരുന്നുണ്ട് ഈശോയെ. എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ സാധിക്കണേ. ഈ നിമിഷം ഈശോ അനുഗ്രഹമായി കടന്നു വരുമ്പോൾ നിനക്ക് സൗഖ്യം നൽകി ക്ഷമ നൽകി ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. വെറുപ്പിൻ്റെ മുറിപ്പാടുകളിലേക്ക് ഈശോ കരുണ ചൊരിഞ്ഞ് സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നുണ്ട്. ഈശോ അതെല്ലാം കഴുകി നിന്നെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റുന്നൊരു അനുഭവം നിനക്കുണ്ടാകും. പ്രിയപ്പെട്ടവരെ, സകലതും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാം നവീകരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മിത ചരിച്ച് സകലതും സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കുക. ആത്മാവ് അഭിഷേകമായിട്ട് നിന്റെ ജീവിതത്തിന്റെ മേലെ, നിന്റെ കുടുംബത്തിന്റെ മേലെ നീ എന്തൊക്കെ ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ വിശ്വാസത്തോടെ എളിമപ്പെട്ട് സമർപ്പിച്ചോ, ആ വ്യക്തികളിലേക്ക്, ആ ജീവിത അവസരങ്ങളിലേക്കൊക്കെ, കുടുംബത്തിലേക്കൊക്കെ ഈശോയുടെ അനുഗ്രഹം കടന്നു വരുന്നുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹമായി കടന്നു വരുന്നുണ്ട്. ഈശോയെ എന്നെ അനുഗ്രഹിക്കണേ, ഈശോ എന്നെ തൊടണേ, ഈശോയെ നിന്റെ ആത്മാവിന്റെ അഭിഷേകം ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ മാറ്റണേ, എളിമയുള്ളൊരു ഹൃദയം നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ അനുഗ്രഹമായി കടന്നു ആത്മാർത്ഥമായിട്ട് ദിവ്യകാരുണ്യനാഥനെ തന്നെ നോക്കി നിന്ന് വിശ്വാസത്തോടെ അനുഗ്രഹം നമുക്ക് ചോദിച്ചു വാങ്ങാം. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഈശോ അനുഗ്രഹമായി കടന്നു എളിമ നിറഞ്ഞവർക്ക് ദൈവം കൃപയുടെ പാത്രമാക്കും. ദൈവത്തിന്റെ കൃപ എന്നിലേക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുക. ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ദൈവത്തിന്റെ സ്നേഹത്തിന് അളവില്ല. ദൈവം കൃപ നൽകുക അളന്നല്ല, വാരിക്കോരി നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ എന്നെ തന്നെ മാറ്റണേ, എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും ദിവ്യമായ സ്നേഹം നൽകണേ. മുറിപ്പെട്ടു പോയ ബന്ധങ്ങളുണ്ട്, കലഹിച്ചു പോയ ബന്ധങ്ങളുണ്ട്, പരസ്പരം തെറ്റിദ്ധാരണകളുള്ള ബന്ധങ്ങളുണ്ട്. ഈശോയെ നീ അനുഗ്രഹമായിട്ട് കടന്നു വരുമ്പോൾ ആ ബന്ധങ്ങളിലേക്ക് നിന്റെ തിരുരക്തം ഒഴുക്കി ആ ബന്ധങ്ങളൊക്കെ ദൃഢീകരിക്കണേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ സ്നേഹത്തിന്റെ സ്വർഗീയ അനുഭവമുള്ള ഇടങ്ങളാക്കി മാറ്റണേ. ഈശോയെ ഞങ്ങൾ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന, സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന, പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുന്ന, ഞാനെന്ന ഭാവമില്ലാത്ത, എളിമപ്പെടുന്ന, ഒരാത്മാവുള്ള, ഒരേ ജീവിതമുള്ള, ആത്മീയ അനുഭവമുള്ള സ്വർഗീയ ഇടമാക്കി മാറ്റണേ. ഈശോയെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹമായിട്ട് കടന്നു വരും. എല്ലാവരും വലിയ വിശ്വാസത്തോടെ ഈശോയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി ചോദിച്ചു വാങ്ങി ഈശോയെ തൊടണേ, എന്നെ തൊടണേ, എന്നെ അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോ അനുഗ്രഹം ഏറ്റുവാങ്ങാം. ഈശോ നീ വന്നിടണേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകേണമേ. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടേണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകേണമേ, എന്നെ കഴുകേണമേ, എന്നെ കഴുകേണമേ.
പുണ്യവാനേ, ഈ നാടിൻ വിശുദ്ധനാം മിഖായേൽ മാലാഖേ. കരഞ്ഞാൽ കണ്ണീരുപ്പും പുണ്യവാനേ, ഈ നാടിൻ വിശുദ്ധനാം മിഖായേൽ മാലാഖേ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ നീ നിത്യം. യാചനയായി തിരുമുൻപിൽ വരുന്നോർക്ക് അഭയം അരുളണമേ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ നീ നിത്യം. യാചനയായി തിരുമുൻപിൽ വരുന്നോർക്ക് അഭയം അരുളണമേ. വിളിച്ചാൽ വിളി കേൾക്കും പുണ്യവാനേ, ഈ നാടിൻ വിശുദ്ധനാം മിഖായേൽ മാലാഖേ. എണ്ണമില്ല നന്മകൾ ചൊരിയും വിശുദ്ധനാം മിഖായേലേ, എണ്ണി എണ്ണി പറയാം ഞങ്ങൾ നന്ദിയുടെ സന്നിധിയിൽ. വിശുദ്ധനാം മിഖായേലേ, എണ്ണി എണ്ണി പറയാം ഞങ്ങൾ നന്ദിയുടെ സന്നിധിയിൽ. അവിടുത്തെ തിരുനടയിൽ നിൽക്കും അടിയനു വരമരുളിയിടണമേ. അഴലിൽ നിന്നുടെ കൃപകളൊഴുക്കി കരുണ ചൊരിഞ്ഞിടണേ. അവിടുത്തെ തിരുനടയിൽ നിൽക്കും അടിയനു വരമരുളിയിടണമേ. അഴലിൽ നിന്നുടെ കൃപകളൊഴുക്കി കരുണ ചൊരിഞ്ഞിടണേ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ നീ നിത്യം. യാചനയായി തിരുമുൻപിൽ വരുന്നോർക്ക് അഭയം അരുളണമേ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ നീ നിത്യം. യാചനയായി തിരുമുൻപിൽ വരുന്നോർക്ക് അഭയം അരുളണമേ. വിളിച്ചാൽ വിളി കേൾക്കും പുണ്യവാനേ, ഈ നാടിൻ വിശുദ്ധനാം മിഖായേൽ മാലാഖേ.